ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. നല്ല ചൂട് നെയ്യപ്പം മഴയത്ത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ ഞാൻ പച്ചരി കുതിർത്തി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 5 മണിക്കൂർ കുതിർത്തി എടുത്ത 1 കപ്പ് പച്ചരിയാണിത്. അത് ഞാനൊരു അരിപ്പയിലിട്ട് അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. 250 ഗ്രാം ശർക്കര അഴിപ്പിക്കുമ്പോൾ ഏകദേശം 1/4 കപ്പ് ഉണ്ടാവും. അതിൽ 1/2 കപ്പാണ് ഞാൻ ചേർത്തത്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്. കുറച്ച് തരിയോടുകൂടിയാണ് നമ്മളിത് അരക്കുന്നത്. ശർക്കര 1/4 കപ്പോളം ഇട്ടാൽ ഇത് പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാഞ്ഞത്. ഇനി ബാക്കിയുള്ള ഉരുക്കിയ ശർക്കരയും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തതാണ്. അപ്പം 1/4 കപ്പ് പാനി ഉണ്ടാകും. ശർക്കരയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പോരാത്ത ശർക്കരയും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ബാറ്ററിൽ നമ്മൾ മൈദമാവോ ബേക്കിംഗ് സോഡയോ പഴമോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ജാറിൽ പറ്റിയിരിക്കുന്ന ബാറ്റർ സ്പൂൺ കൊണ്ട് വടിച്ച് ഇതിലേക്ക് ചേർക്കുക. വെള്ളമൊന്നും ഇനി ചേർക്കരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഞാൻ റോസ്റ്റ് ചെയ്ത എള്ളാണ് ചേർത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്തതും ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്താണ്, അത് ഇതിലേക്ക് ചേർക്കാം. അതിൽ ബാക്കി വന്നിട്ടുള്ള എണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലൂസൊക്കെ കറക്റ്റാണോ? ഒത്തിരി ലൂസായി പോയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ അരിമാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുഴിവെള്ളം ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണയാണ് ചൂടാക്കേണ്ടത്. നല്ല കുഴിവെള്ള പാനാണെങ്കിൽ ഒത്തിരി എണ്ണ ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ടു ലോ ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഓരോ തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഇത് താഴെ ഭാഗം നല്ലതുപോലെ മൊരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത്. അപ്പോൾ ഉള്ളു വേകാതിരിക്കും, പുറം കരിഞ്ഞും പോവും. താഴെ ഭാഗം പാകമായി കഴിയുമ്പോൾ മറിച്ചിട്ട് വീണ്ടും ഫ്രൈ ചെയ്യുക. എല്ലാ ഭാഗവും ഒരേ മുരിവായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ പൊങ്ങി വരുന്ന അവസരത്തിൽ അത് നടുവിൽ പൊട്ടിപ്പോവും. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇത് കുടിക്കും. അത് വരാതിരിക്കാൻ മീഡിയം ടു ലോ ഹീറ്റിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക. പൊങ്ങിക്കഴിയുമ്പോഴേക്കും ലോ ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ 2 സൈഡും മുരിച്ചെടുക്കുക. അപ്പോൾ ഉള്ളൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഇത് പണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന നെയ്യപ്പം പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ വളരെ സോഫ്റ്റാണ്. നമ്മൾ ചോറ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. ഇതിൽ നമ്മൾ മൈദയോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. പഴയകാലത്ത് നെയ്യപ്പം മുറിക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഉള്ളു കുറച്ച് പൊള്ളയായിരിക്കും, നല്ല സോഫ്റ്റുമാണ്. ബേക്കിംഗ് സോഡ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ഇപ്പോൾ ചായക്കടകളിലൊക്കെ അതുപോലത്തെ നെയ്യപ്പമാണ് കിട്ടുന്നത്. കലക്കി വെച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ നെയ്യപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.